ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു ദ ചാനൽ സ്ട്രീറ്റ് ടോർക്ക്. ഇന്നത്തെ റിവ്യൂ ഹോണ്ട SP 160യെ കുറിച്ചാണ്. ഹോണ്ടയുടെ ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലെ ബൈക്കാണിത്. ഒരു ഡെയിലി കമ്മ്യൂട്ടിന് ഇത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ള കാര്യവും ഇതിൻ്റെ മൈലേജ്, പെർഫോമൻസ്, കംഫർട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി സംസാരിക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹോണ്ടയുടെ തന്നെ ഒരു പ്രീമിയം കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബൈക്കാണിത്. ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ ലുക്കാണ് ഇതിനുള്ളത്. അതിൽ തന്നെ ഒരു ബിഗർ ടാങ്ക് കൊടുത്തത് അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഒരു അഗ്രസീവ് ഹെഡ് ലാമ്പാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററും ഉണ്ട്. ഹോണ്ടയുടെ മറ്റ് ബൈക്കുകളിൽ സെയിം ഡിജിറ്റൽ ക്ലസ്റ്റർ നമുക്ക് കണ്ടുവരുന്നതാണ്. ഇതിൻ്റെ ഒരു എൻജിൻ സൗണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യം പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാൾ സൗണ്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നാലെ വരുമ്പോൾ ഒന്നും ഇതിൻ്റെ സൗണ്ടോ വൈബ്രേഷനോ തന്നെ എവിടെയും അറിയാൻ തന്നെ ഇല്ല. ഹൈ റെവിൽ കയറുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ആസ് എ റൈഡർ പോലും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പില്ലണായാലും ബാക്കി ആരായാലും ഇതിൻ്റെ സൗണ്ടോ നോയ്സോ ഒന്നും തന്നെ പുറത്ത് കേൾക്കില്ല. ഒരു ഹോണ്ടയുടെ എൻജിൻ ബ്രില്യൻസ് തന്നെ വേണമെങ്കിൽ അതിന് പറയാം. അത് എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അത് തന്നെ ഇതിൻ്റെ എൻജിൻ വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആണ്. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ബൈക്കിൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രൈറ്റ് ആൻഡ് കുറച്ചൊരു ചെറിയൊരു ലീൻ ഫോർവേഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. അതേപോലെ സിംഗിൾ സീറ്റാണ്. പില്ലണും അതേപോലെ റൈഡർക്കും ഒരുപോലെ കംഫർട്ട് തരുന്നൊരു ബൈക്കാണിത്. ആസ് ലോങ് ആസ് ലോങ് റൈഡിനും ഇനി ഷോർട്ട് കമ്മ്യൂട്ടിങ്ങിനാണെങ്കിൽ തന്നെ രണ്ടും കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ റെഗുലർ ബൈക്ക് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല, കുറച്ചൊരു ചെറിയൊരു ലൈനും മുന്നോട്ടേക്ക് ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ കംഫർട്ടബിൾ ആണ്. ഇനി ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ല രീതിയിലുണ്ട്. പക്ഷേ സ്വിച്ച് ആൻഡ് അതുപോലത്തെ ചെറിയ ചെറിയ മാറ്റേഴ്സിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ചുകൂടി ഹോണ്ടയ്ക്ക് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ വർക്കിംഗ് ആൻഡ് ഓവറോൾ ഇറ്റ്സ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഗുഡ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. എവിടെയും അങ്ങനെ ക്ലിംസി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഹോണ്ട എല്ലാ വണ്ടിയിൽ തന്നെ സെയിം മിറർ അതേപോലത്തെ സെയിം ഇൻഡിക്കേറ്റർ അതാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി എൻജിനിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 160cc എയർ കൂൾഡ് എൻജിനാണ്. ഓൾമോസ്റ്റ് 13 PS പവറും 14 Nm ടോർക്കും ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്താണ്. എത്ര ടോപ്പ് RPM പോയാലും വണ്ടി വൈബ്രേഷനോ സൗണ്ട് മാറുകയോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡിസ്കംഫേർട്ടും എൻജിൻ്റെ ഭാഗത്ത് നിന്ന് വരില്ല. പക്ഷേ ഗിയർ ബോക്സ് എനിക്ക് അത്രത്തോളം ഹോണ്ടയുടെ പ്രീമിയംനെസ് ഈ ബൈക്കിൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ചില സമയങ്ങളൊരു ന്യൂട്രൽ അല്ല, പക്ഷേ ഗിയർ ഒന്ന് സ്റ്റക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വണ്ടി എടുത്ത സമയത്തൊക്കെ അതുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഇപ്പോൾ അത് കംഫർട്ടബിളായി. അതേപോലെ ഡൗൺ ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ ഗിയർ ബോക്സ് ഒന്ന് ടൈറ്റ് ആവുന്നത് പോലെ അല്ലെങ്കിൽ ഒന്ന് ലോക്ക് ആവുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. എല്ലാ സമയത്തും ഇല്ല, ഒരു ചില സമയങ്ങളിൽ അത് വരുമ്പോൾ ഒരു ഇറിറ്റേറ്റ് ആവുന്ന രീതിയിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്സിങ് പോലെ തോന്നാറുണ്ട്. സിറ്റി റൈഡിങ്ങിന് അതുപോലത്തെ റൈഡിങ്ങിനൊക്കെ പിക്കപ്പ് ഓക്കെയാണ്, പക്ഷേ ഒരു ചെറിയൊരു ലാഗുള്ള പോലെ തോന്നും. അതിൻ്റെ പെർഫോമൻസ് വരുന്നത് വളരെ വളരെ ലീനിയർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഓരോ ഗിയറും വളരെ ടോൾ ഗിയറിംഗ് ആണ്. ഹോണ്ടയുടെ ഒട്ടുമിക്ക ബൈക്കുകളിലും ആ ടോൾ ഗിയറിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിലും അതേപോലെ ടോൾ ഗിയറിംഗ് ആയിട്ടാണ് വരുന്നത്. സിറ്റിയിൽ കുഴപ്പമില്ല. ഹൈവേയിലും 80 to 90 ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. ഒരു 110 വരെയൊക്കെ ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യും. അതിന് 80 to 90 ക്രൂസിങ് സ്പീഡിൽ ഈ വണ്ടി ഓക്കെയാണ്. അതിൻ്റെ മേലേക്ക് പുഷ് ചെയ്താലും വണ്ടിയുടെ ഭാഗത്ത് ഡിസ്ട്രെസ് ആയിട്ടോ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ ഒരു കംഫർട്ടബിൾ സ്പീഡ് 80 to 90 ആണ് ഹൈവേയിൽ. സിറ്റിയിൽ 40 to 60 റൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു 60-65 വരെ മൈലേജ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മിനിമം നോക്കുകയാണെങ്കിൽ ഒരു 45 to 48 റേഞ്ചിലും മൈലേജ് ലഭിച്ചിട്ടുണ്ട്. മെയിനായിട്ട് സിറ്റി മാത്രമാണെങ്കിൽ ഒരു 45 എബോവ് മൈലേജും, സിറ്റി ഹൈവേ മിക്സ്ഡ് ആണെങ്കിൽ 50-55 ആ റേഞ്ചിലൊക്കെ മൈലേജ് ലഭിക്കുന്നതാണ്.
പിന്നെ റൈഡിങ് കംഫർട്ട്, റൈഡിങ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ക്ലച്ച്, ഗിയർ ബോക്സ്, അത് മൊത്തത്തിലൊരു കമ്പൈൻഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ക്ലച്ച് വളരെ ലൈറ്റാണ്. ഗിയർ ബോക്സ് ഒരു 90% ടൈം യാതൊരു ഇഷ്യൂ ഇല്ല. ടക്ക് 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 ഓരോ ഗിയർ നമുക്ക് തട്ടി തട്ടി തന്നെ എടുക്കാം. പക്ഷെ ചില സമയത്തൊരു സ്റ്റക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ആക്സിലേറ്റർ ആയാലും എന്തായാലും ബ്രേക്കിംഗ് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒരു ഏവറേജ് ബ്രേക്കിംഗ് ആണ്. പക്ഷേ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഏത് സമയത്തും 60 to 0 ഒക്കെ 3 to 4 സെക്കൻഡിലൊക്കെ നമുക്ക് മര്യാദയ്ക്ക് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് വേണ്ട പെർഫോമൻസ് ഈ ബ്രേക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഹോണ്ട XP തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡുവൽ ഡിസ്ക് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രം ബ്രേക്ക് വരുന്ന വേരിയൻ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ഡുവൽ ഡിസ്ക് തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട് ABS വരുന്നുണ്ട്, അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഡ്യുവൽ ചാനൽ ABS കൊടുക്കുമായിരുന്നു, പക്ഷേ സ്റ്റിൽ ഹോണ്ട ഫ്രണ്ടിൽ കൊടുത്തത് നല്ല കാര്യം തന്നെ. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ ഓഫ് കോഴ്സ് ലൈറ്റ് ഹാൻഡിലാണ്, ലൈറ്റ് ടച്ചാണ്. സിറ്റി ട്രാഫിക്കിലൂടെ ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഹൈവേയിലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി പരമായിട്ടോ അങ്ങനെ യാതൊരു വിധ വൈബ്രേഷനോ വോബിളിങ്ങോ ആ രീതിയിലൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ബൈക്ക് തന്നെയാണ്. ഓൾമോസ്റ്റ് 9000 കിലോമീറ്റർ ഞാൻ തന്നെയാണ് ഇത് മാക്സിമം റൈഡ് ചെയ്തത്. ഓൾമോസ്റ്റ് 9 months അടുപ്പിച്ചാവുന്നുണ്ട് ഈ ബൈക്ക്. ഇനി ഏകദേശം ഒരു സർവീസ്, അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മൈലേജ് പറഞ്ഞ പോലെ ഒരു സിറ്റി ഹൈവേ മിക്സ് ആണെങ്കിൽ 50-55 റേഞ്ചിൽ കിട്ടും. സർവീസ് കോസ്റ്റും ഫസ്റ്റ് 3 സർവീസ് ഫ്രീ ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 800 അടുപ്പിച്ചാണ് വരുന്നത്. 800 ഇല്ല ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഫ്രീ സർവീസ്. അതിന് ശേഷമുള്ള തേർഡ് സർവീസ് എത്ര വരും, അല്ലെങ്കിൽ പെയ്ഡ് സർവീസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇനി എന്തൊക്കെ പാർട്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതി ബാക്കി വീഡിയോകളൊക്കെ ഞാൻ പിന്നിട്ടിടുന്നതാണ്. ഇത് നിലവിലിപ്പോൾ ഫ്രീ സർവീസാണ്. ഫ്രീ സർവീസിൽ ഏകദേശം 800 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 12 ലിറ്റർ വരുന്നുണ്ട്. അപ്പം ഹൈവേയിലൊക്കെ നമ്മൾ കംഫർട്ടബിളായി 60 ടോപ്പ് ഗിയറിൽ പോകുകയാണെങ്കിൽ 65 ഒക്കെ മൈലേജ് ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഞാൻ ഇത് തള്ളുകയാണെന്ന് വിചാരിക്കരുത്. ഇനി അതല്ല സാധാ റേഞ്ചിൽ തന്നെ കണക്കൂട്ടിയാലും ഒരു 500 കിലോമീറ്റർ ഈസി ആയിട്ട് നമുക്ക് ഫുൾ ടാങ്കിൽ യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒക്കേഷനിൽ ലോങ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഇതാണ് പ്രൈമറി ബൈക്കായിട്ട് ഇതുള്ളവർക്ക് ഏത് രീതിയിലുള്ള ലോങ് ഡ്രൈവിനും സജസ്റ്റ് ചെയ്യാൻ പറ്റും. യാതൊരുവിധ ഡിസ്കംഫർട്ടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ തന്നെ ഒരു ഹൈവേ സ്പീഡ് 80 to 90 മാക്സ് ആ രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ള രീതിയിലേക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ത്രോ ഏവറേജോ അല്ലെങ്കിൽ ബിലോ ഏവറേജ് എന്ന രീതിയിൽ ഞാൻ പറയുള്ളൂ. രാത്രി കാലങ്ങളിൽ ഒരു സിറ്റിയിലൂടെ പോകുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഏത് വണ്ടി വന്നാലും നമുക്കൊരു ഡിമ്മായിട്ടേ ഫീൽ ചെയ്യും. പക്ഷെങ്കിൽ മാനേജബിൾ ആണോ എന്ന് വെച്ചാൽ മാനേജബിൾ ആണ്. അതുപോലെ മറ്റൊരു പോരായ്മയാണ് ഈ സെഗ്മെൻറ്റിൽ ബാക്കി ഏത് ബൈക്കുമായിട്ട് കമ്പയർ ചെയ്താലും ഒരു പവറോ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ടോർക്കോ ഒന്ന് കുറവായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത്രത്തോളം ബാധിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ വൈബ്രേഷനും ആ ഒരു മൈലേജും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. ആ ഒരു സ്മൂത്ത് എൻജിൻ, വൈബ്രേഷൻ ഫ്രീ എൻജിനും ബെറ്റർ മൈലേജും. ഇനി ഓവറോൾ ഇതിൻ്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ബൈക്കാണോ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ബൈക്ക് എന്ന് ഞാൻ പറയില്ല. ഇത് വളരെ സ്മൂത്ത് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഒരു ഹോണ്ട എഞ്ചിനാണ്. എന്ന് വെച്ചാൽ ആ അഡ്രിനാലിൻ റഷ് നമുക്ക് തരുമോ, KTM പോലെയുള്ള ആ ഒരു ഇനീഷ്യൽ ടോർക്ക് പെർഫോമൻസ് അതൊന്നും പ്രതീക്ഷിച്ച് വണ്ടി എടുക്കരുത്. മൈലേജ് ഓൾമോസ്റ്റ് ബിഗിനർ ലെവൽ പെർഫോമൻസ്, അതുപോലെ ഡെയിലി കമ്മ്യൂട്ടിങ് ആ രീതിയിലുള്ള ആളുകൾക്ക് ഇത് നോക്കാവുന്നതാണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് എഞ്ചിനാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഹോണ്ടയുടെ ഗ്യാരണ്ടി അതുപോലെ തന്നെ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം വൈബ്രേഷൻ ഫ്രീ ആണ്, അതുപോലെ ബട്ടർ സ്മൂത്താണ് എഞ്ചിൻ. മൈലേജും ഓൾമോസ്റ്റ് 50-55+ എങ്ങനെയായാലും റൈഡ് ചെയ്താൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡ്രോപ്പ് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ലോങ് ടൂറിങ്ങിനും ഒക്കെ ആണോ എന്ന് വെച്ചാൽ അതും ഇതുപോലെ 80 to 90 ക്രൂസിങ് സ്പീഡിൽ റോഡ് ലീഗൽ സ്പീഡിലൊക്കെ ഓടിക്കാനാണെങ്കിൽ 100% ഓക്കെയാണ്. ഇനി അതല്ല ഹൈവേയിൽ ഇത്രയും കൂടി പെർഫോമൻസ് വേണമെന്ന് വെച്ചാൽ അവിടെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തോന്നിയിട്ടുള്ളത്. ഹൈവേയിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഒരു 100+ പുഷ് ചെയ്യാൻ തോന്നില്ല. 115 വരെയൊക്കെ കയറും, പക്ഷേ അതിന് ആ റോഡ് സ്പീഡിൽ ഈ വണ്ടി ഓടിക്കുന്നത് അത്ര സേഫായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.56 അല്ലെങ്കിൽ 1.60-64 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് വേറെ ബൈക്കുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹോണ്ടയുടെ തന്നെ യൂണിക്കോൺ ഉണ്ട്, അത് ഇതിലും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അപ്പാച്ചിയുടെ 164V 2V സീരീസ് ഉണ്ട്, അതുപോലെ പൾസറിൻ്റെ N സീരീസും പൾസർ സീരീസും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഏത് ബൈക്ക് ചൂസ് ചെയ്യുന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല നല്ല ബൈക്കിൻ്റെ അല്ലെങ്കിൽ
റൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.